ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് ബാബു പിള്ളൈ. ഇന്ന് ശരിക്കും ഞാൻ എന്റെ PRP അതായത് ലാഡൻ സിറ്റിയിൽ നിന്ന് എന്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള PRP ചെയ്യാനായിട്ട് എത്തിയതാണ്. അപ്പൊ എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ടൈമില് രണ്ടുപേര്, അതായത് ശരിക്കും നമ്മുടെ മലയാളത്തിലെ രണ്ട് പ്രശസ്തരായ യൂട്യൂബർ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ രണ്ടുപേരും എന്നെ നല്ല രീതിയിൽ പറ്റിച്ച്. പക്ഷെ ഇന്ന് എനിക്ക് രണ്ടുപേരും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് ബാക്കി രണ്ടുപേരോട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴ് നമ്മുടെ ഗജാനൻ ഡോക്ടർ നമുക്ക് പുതിയൊരു ടെക്നിക്ക്, അതായത് ഇപ്പം ഒരു പുതിയൊരു ടെക്നിക്ക് അതിനെ കുറിച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ രണ്ട് യൂട്യൂബർമാരെ പരിചയപ്പെടാം. ആദ്യത്തെ ആള് വിനേഷ് കൃഷ്ണയാണ്. അപ്പൊ വിനേഷ് കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വീഡിയോസും ബാക്കി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ ആള് അടുത്ത നമ്മുടെ മലയാളത്തിലും കന്നഡയിലൊക്കെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ സത്യബ്രതയാണ്. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ആർക്കും തന്നെ ഇല്ല, എല്ലാവർക്കും പുള്ളിയെ നന്നായിട്ട് അറിയാം. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഗജാനൻ ഡോക്ടർ. അപ്പൊ ഡോക്ടറെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്, ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആ ഡെൻസിറ്റിയിൽ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്? ഇവിടെ അവര് സർജറിക്ക് ചാർജ് ചെയ്യുന്നത്, അതായത് FUEക്ക് ചാർജ് ചെയ്യുന്നത് 15 പെർ ഗ്രാഫ്റ്റ് ആണ്. അതൊരു പാക്കേജ് ആണ്. അതിൽ 4 PRPയും പിന്നെ പോസ്റ്റ് സർജറി മെഡിസിൻസും ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു പുതിയൊരു ടെക്നിക്ക് ഡോക്ടർ നമുക്ക് പരിചയം. ഇനി നമുക്ക് ഗജാനൻ ഡോക്ടർ അടുത്ത് ചോദിക്കാം എന്താണ് ഇവിടുത്തെ പുതിയ ടെക്നിക്ക് എന്നുള്ളത്. അതിനെ കുറിച്ച് എന്ത് നമുക്ക് ഡോക്ടർ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഡോക്टर. हेलो, वेलकम टू ऑल. डॉक्टर, आपने अभी बताया था नया टेक्निक के बारे में, और टेक्निक क्या है और उसमें से क्या फायदा होता है और उसका डिटेल्स क्या है, थोड़ा बता दो. एक ऑलवेज हेयर ट्रांसप्लांट में एक इशू पे डिस्कस किया जाता है. इवन हायर लेवल पे, हमारे डॉक्टर्स लेवल पे हम कॉन्फ्रेंस में एक डिस्कस करते हैं कि ग्राफ को जो हम जब निकालते हैं, एक्सट्रैक्ट करते हैं, तो बॉडी के बाहर जब रहता है तब उसमें डेथ रेट कितना होता है. 100% कोई गारंटी के साथ नहीं बोल सकता है कि इतना ग्राफ डेथ हो जाएगा या कि इसका रिजल्ट नहीं आएगा, बिकॉज इट डिपेंड्स ऑन कि अपना ग्राफ का क्वालिटी क्या है, कितना स्ट्रेंथ ग्राफ में है, उसके हिसाब से पेशेंट का रिजल्ट आता है. तो बहुत बार पेशेंट के रिजल्ट नहीं आते. इसका रीजन ये होता है कि डॉक्टर थोड़ा सा अनएक्सपीरियंस होता है, बहुत ज़्यादा टाइम लेता है, ग्राफ इम्प्लांटेशन में, एक्सट्रैक्शन में बहुत टाइम चला जाता है. तो फिर हमें कुछ ना कुछ इसके ऊपर काम करना था कि जिसके अंदर हर पेशेंट को रिजल्ट अच्छे मिले. मतलब वेदर डॉक्टर जाधव करे या कोई और भी करे, तो रिजल्ट सबका अच्छा होना चाहिए, किसी का बुरा नहीं होना चाहिए रिजल्ट. तो इसके अंदर हम लोग फुल प्रूफ मेथड कुछ कर सकते हैं क्या, कि जिसके अंदर हमें गारंटेड रिजल्ट मिले, ताकि जाके हेयर ट्रांसप्लांट का भी नाम बड़ा हो और पेशेंट को भी अच्छा लगे. राइट. तो डॉक्टर है तो हम किसी के बारे में ऐसा नहीं सोच सकता है कि इसका रिजल्ट खराब हो मेरा अच्छा हो, ऐसा कभी नहीं सोच सकता है. तो सबके लिए सोचना है, तो हमें कुछ ना कुछ नया करना होता है. तो हमने इसके ऊपर ध्यान दिया था. तो बीच में DHI DST के नाम से काफी लोगों ने कुछ करने की कोशिश करी, बट उतना फेमस हुआ नहीं. इतना इसका रीजन था कि कॉस्टिंग बहुत बढ़ जाती थी, या फिर उतना एक्सपीरियंस स्किल डॉक्टर या स्टाफ नहीं मिलता है कि उसके लिए करेंगे, बिकॉज पोजीशन का प्रॉब्लम होता है. आप जब ऐसे सोए हो तो आप इम्प्लांट नहीं कर सकते हो, करेक्ट. तो आपको लैटरल पोजीशन में एक्सट्रैक्ट करना होता है. फिर इम्प्लांटेशन के लिए एंगल नहीं मिलता है, फिर बाल एंगल अगर नहीं मिला तो देन आपको प्रॉब्लम होता है कि बाल कभी खड़े हो जाएंगे, या फिर उसका एंगल सही नहीं रहेगा, डेंसिटी नहीं दे पाते हैं, कितना ग्राफ एक्सट्रैक्ट होगा ये मालूम नहीं है. कि डोनर अच्छा है तो ठीक है निकल जाएगा, फिर डोनर अच्छा नहीं है तो फिर कैसे कंप्लीट करेगा. ये सब क्वेश्चंस था. तो इसके ऊपर कुछ ना कुछ हमें करना था. तो इसलिए हम लोग लास्ट 1 ईयर से इसके ऊपर काम करते आ रहे थे कि कुछ नया करना चाहिए. सो इसी दौरान हमने इसको इन्वेंट किया है. ज्यादा कुछ बड़ी बात नहीं, जैसे थॉट प्रोसेस है, एक थॉट को चेंज किया है. सो इफ यू वांट टू एक्सप्लेन दिस थिंग, तो ഓക്കെ, ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് FUE മെത്തേഡിൽ തന്നെ ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. DHI മെത്തേഡ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മൈക്രോ FUE, അങ്ങനെ ഒരുപാട് മെത്തേഡുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഓരോ മെത്തേഡിനും പല ക്ലിനിക്കുകളും. ഇപ്പൊ DHI മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും പറയുന്ന DHI മെത്തേഡിന് ഭയങ്കര സക്സസ് റേറ്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും പല ക്ലിനിക്കുകളും ഒരുപാട് പൈസ എക്സ്ട്രാ, അതായത് DHI മെത്തേഡിന് 50 രൂപയും അല്ലെങ്കിൽ ഒരു 40-50 രൂപ പെർ ഗ്രാഫ്റ്റ് ചാർജ് करते, उससे ज्यादा भी चार्ज कर, सॉरी അതിൽ കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്നിട്ട് പോലും ആ ഒരു ക്ലിനിക്കുകൾ പോലും പ്രോപ്പർ ആയിട്ട് ആ റിസൾട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ DHI മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ഒരു മെത്തേഡ് ചെയ്യാതെ ശരിക്കും നമ്മുടെ FUE മെത്തേഡ് ചെയ്തിട്ട് DHI മെത്തേഡ് എന്ന് പറഞ്ഞ ആ ഒരു ചാർജ് മേടിക്കുന്ന ക്ലിനിക്കുകൾ പോലും ഉണ്ട്. പക്ഷെ ഇവിടെ
ഇപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാല് അവര് ഇതിന് ഇപ്പൊ ഒരു പുതിയ രീതി, അതായത് ഈ രീതിക്ക് പറയുന്നതെന്ന് പറഞ്ഞാല് റിയൽ ടൈം എഫ് യു റിയൽ ടൈം എഫ് യു എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് റിയൽ ടൈം എഫ് യു എന്നുള്ളത് സാർ പറഞ്ഞു തരും. അപ്പൊ അവർ പുതുതായിട്ട് ഒരു രീതി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് റിയൽ ടൈം എഫ് യു എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഈ പറഞ്ഞ DHA മെത്തേഡിൽ തന്നെ ഗ്രാഫ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയുടെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർ എടുത്ത ഉടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ പറയുക, എടുത്ത ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ആ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് മുടിക്ക് വരേണ്ട ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ആംഗിൾ ഉണ്ട്. ആ ഒരു ആംഗിളിലൊന്നും കറക്റ്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ഡെൻസിറ്റി കൊടുക്കാനൊന്നും പ്രോപ്പർ ആയിട്ട് പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ മിക്ക സ്ഥലങ്ങളിലും എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്താണ് റിയൽ ടൈം എഫ് യു എന്നുള്ളത് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. ഡോക്ടർ എന്താണ് റിയൽ ടൈം എഫ് യു എന്നുള്ളത് പറഞ്ഞു തന്നതിന് ശേഷം എന്താണെന്ന് എനിക്ക് അറിയാവുന്ന രീതിയിൽ, എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് ഡോക്ടറെ തന്നെ ചോദിക്കാം എന്താണ് റിയൽ ടൈം എഫ് യു എന്നുള്ളത്. വേറെ സംഭവം DHA എന്ന് പറഞ്ഞ് ഏകദേശം പേര് പ്രോപ്പർ DHA പ്രോപ്പർ DHA ഡിഫറെന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ DHA बोल DHA लेकिन प्रॉपर DHA नहीं है सर. See, DHA is direct hair implantation. That time you have to extract and implant it simultaneously. Then it is called a DHI or direct hair implantation. There should not be any preservative solution used throughout the surgery. Then you will call it's a DHI, proper DHI. What people are doing, they are just extracting graft like a FUE technique, normal FUE, putting into the preservative solution, and they are just implanting with the help of the pain. They are calling it a DHI. Okay, but that problem. The problem is that you are preserving the graft. That means your graft is outside your body for at least 3-4 hours. So that problem we have to get corrected with the help of DHI or real time FUE, whatever you say. But the thing is, you don't have to preserve the graft. So the graft survival will be 100%, and the graft the result will be like assured. What I feel, right? Okay, ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാല് മിക്ക സ്ഥലങ്ങളിലും DHA എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മുടെ എഫ് യു തന്നെയാണ്. അതായത് നമ്മുടെ ഹെയർ ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം അത് പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫുൾ ആയിട്ട്, അതായത് എത്ര ഗ്രാഫ്റ്റ്, ഇപ്പൊ 2000 ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 2000 ഗ്രാഫ്റ്റും ശരിക്കും വരുന്ന, അതായത് 2000 ഗ്രാഫ്റ്റും വളർന്നു വരണമെന്ന് നിർബന്ധമില്ല. അതിൽ കുറെ ഗ്രാഫ്റ്റ് ഒക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, അത് വളർന്നു വരണമെന്ന് നിർബന്ധമില്ല, അപ്പം പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അത് 100% സക്സസ് റേറ്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും DHA മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ ആ എടുത്ത അങ്ങനെ തന്നെ പിന്നെ ഒരു പ്രിസർവേറ്റീവിൽ ഇട്ട് വെക്കാതെ നേരെ അത് ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് DHA എന്ന് പറയുന്നത്. അപ്പൊ മിക്ക സ്ഥലങ്ങളിലും DHA എന്ന് പറഞ്ഞിട്ട് DHA അല്ല ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ റിയൽ ടൈം എഫ് യുയില് എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലാ ഡെൻസിറ്റിയിൽ റിയൽ ടൈം എഫ് യു ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഡോക്ടർ പറയുന്നത് പറഞ്ഞാൽ ഈ നമ്മൾ എടുത്തു വെച്ച ഗ്രാഫ്റ്റ് അത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് സക്സസ് റേറ്റ് കുറവാണ്. അപ്പൊ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇത് മറികടക്കാനായിട്ട് ലാ ഡെൻസിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ടെക്നിക്ക് എന്താണ് ഈ റിയൽ ടൈം എഫ് യു എന്നുള്ളത് നമുക്ക് ഡോക്ടർ അടുത്ത് ചോദിക്കാം. डॉक्टर ये रियल टाइम एफयू क्या होते हैं, कैसे होते हैं, थोड़ा एक्सप्लेन करो. Suppose you have got a grade 3 baldness. Usually in a grade 3 baldness we implant around 3000 grafts for a good density. Okay. So what we are doing a slit making first. Anyway we are doing a non-touch FUE and for the normal FUE also. So we are doing a designing part, density part and angle part before extraction. So the thing is that your already been design has been done, your density has been already decided, okay, and angle already been decided. Because slit has been done, that means your designing part, density part and angle part is over, okay. So you have to put the graft in the direction that we have already made. So there is no scope that you can change the angle later on. So already it has been done. So the problem of angle and density has been already over from this side, okay. Like when you are doing a paint technique, you are giving an angle, different angle every time. Here what I decided I have given already, okay. So there is no change in the density and angle further, okay. That is first thing. Second thing, we do a extraction like 25 graft we are taking out, we are cleaning it and directly implanting by a non-touch FUE, okay. So we are not touching throughout the surgery to the roots and middle portion of the hair follicle. How many grafts you are taking at a time? Only 25 grafts. If you have 2 implanters, I can take around 50 grafts. Okay. So I am not using any kind of preservative solution. I am just cleaning those grafts. I am just cleaning the blood and clot parts and everything.
and just putting directly by a non-touch No FUE. using implanter pen. Not using implanter pen. So the reason for that not using an implanter pen is that one thing is the cost, and second thing is I cannot decide the density. If I get a less graft, or if I get a like something I cannot manage this in a single session, then there's a problem. Okay, what I am doing, I know that 3000 slits are there. My donor is okay, can give a 3000 grafts. Okay, so I am extracting 3000 simultaneously and putting into the slits. So there is no problem in this technique that we cannot go for extra grafts also. Whatever it is there, you have to do simultaneously. So there is no need of doing extra graft extraction also. Like some people, what they do, they don't find exact number of graft how many required. Okay, so suppose here you require 3000, they might extract 3500. Yeah. The 500 graft extra you have already extracted. What will you do with that graft? Either you have to fill where there is not required, there is no need of putting a graft you have to put, or either you have to throw it. So that is the problem there. So that problem already been getting getting covered in this scenario, because you are doing extraction what is required only. You are not doing over extraction also. Okay. So this is the technique where we are not keeping graft outside the body more than 10 minutes, because for cleaning and all and putting the graft into the body again may require around 10 minutes maximum time. So this problem of dyeing the graft we are already got clear from this technique. Okay, so this is called real-time FUE. Nothing big in the technique, but thought is very new, so that what I feel the results will be very great. ഓക്കെ, അപ്പോ എന്താണ് റിയൽ ടൈം FUE എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ആദ്യം ഇവിടെ FUE ഇപ്പൊ നമ്മള് നോർമൽ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരു 3000 ഗ്രാഫ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3000 ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കുന്നു, അതിനുശേഷം സ്ലിറ്റ് ഉണ്ടാക്കുന്നു, ആ സ്ലിറ്റിലേക്ക് ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3000 ഗ്രാഫ്റ്റ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ എടുക്കുന്നുണ്ട് അത് തിരിച്ച് നമ്മുടെ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത്രയും സമയം ഈ ഗ്രാഫ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ വരെയൊക്കെ സർവൈവ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഡോക്ടർ പറയുന്നത് അത് സയന്റിഫിക്കലി പ്രൂവ് ഒന്നുമല്ല. പക്ഷെ ഒരു 4-5 മണിക്കൂർ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ മനസ്സിലാവുന്നത്. അപ്പോ ഈ റിയൽ ടൈം FUE ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചാല്, റിയൽ ടൈം FUE എന്ന് പറയുന്നത് ഇവിടെ അതായത് ലാഡൻസിൽ ഇപ്പൊ ഡോക്ടർ ഒരു കണ്ടുപിടുത്തം എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഡോക്ടർ അടുത്ത് പേഷ്യന്റ് വന്നാല് അയാൾക്ക് എത്ര ഡോണർ ഏരിയ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കും. അതിനുശേഷം അയാൾക്ക് എത്ര ഗ്രാഫ്റ്റ് വേണ്ടി വരുന്നു എന്നുള്ളത് നോക്കും. ഇപ്പൊ അയാൾക്ക് ഒരു 3000 ഗ്രാഫ്റ്റ് ആണ് വേണ്ടി വരുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഡോക്ടർ അയാൾക്ക് എത്ര ഡെൻസിറ്റി വേണം, അതുപോലെ അയാൾക്ക് സ്ലിറ്റ്, അതായത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യമേ സ്ലിറ്റ് ഉണ്ടാക്കും. അത് കറക്റ്റ് ആംഗിൾ എല്ലാം നോക്കി സ്ലിറ്റ് ഡിസൈഡ് ചെയ്ത് സ്ലിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം എത്ര ഡെൻസിറ്റി, അപ്പൊ 3000 ഡെൻസിറ്റി ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്ലിറ്റ് ഇട്ടതിന് ശേഷം അതിനുശേഷമാണ് എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു 25 ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം ആ 25 ഗ്രാഫ്റ്റ് ക്ലീൻ ചെയ്യും. കാരണം ഈ ഗ്രാഫ്റ്റ് ക്ലീൻ ചെയ്യുന്ന പറയുന്നത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ചെറിയ ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടാവും. അതായത് ആ ഉണങ്ങിയ ബ്ലഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പിന്നെ ആ മുടിക്ക് അല്ലെങ്കിൽ ആ ഗ്രാഫ്റ്റ് വളർന്നു വരാനുള്ള ചാൻസ് കുറയും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ 25 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യും, അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യും. അതിനുശേഷം പിന്നെ അടുത്ത 25 എടുക്കും. അങ്ങനെയാണ്. അതായത് 3000 സ്ലിറ്റും ഇട്ടതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് എടുക്കുന്നത്. അപ്പൊ ആ 3000 ഗ്രാഫ്റ്റ് 25 എടുക്കും, ആ 25 ക്ലീൻ ചെയ്യും. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്, ആ 10 മിനിറ്റിനുള്ളിൽ ഈ എടുത്ത ഗ്രാഫ്റ്റ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അപ്പോ ഈ ഒരു ഗ്രാഫ്റ്റ് എല്ലാം തന്നെ തീർച്ചയായും 100%, അതായത് എടുത്ത 25 ഗ്രാഫ്റ്റും ഉറപ്പായിട്ടും വളർന്നു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ ആ ഒരു ഗ്രാഫ്റ്റ് ഒരു കൈ കൊണ്ട് തൊടുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിന് നോൺ ടച്ചിങ് FUE എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് നമുക്ക് സത്യപ്രഭയ്ക്ക് എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ വിനേഷ് എന്താണ് മനസ്സിലായെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ശരിയാണ്. അപ്പോ എനിക്കൊരു മനസ്സിലായ കാര്യം ഇവിടെയാണ്. അതായത് ആദ്യം സ്ലിറ്റ് ഇടും, മറ്റേ സ്ലിറ്റ് പിന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത്ര മാത്രം സ്ലിറ്റ് ഇടാം, ഡയറക്ഷൻ ഓൾറെഡി ഡിസൈഡ് സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ട ആ ഡയറക്ഷൻ ഇറക്കി വെച്ചാൽ മാത്രം മതി. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിന്റെ തിക്നെസ് പഠിക്കാം സാർ. അഡ്വാൻറ്റേജ് സാർ പറയാം. കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്. പഴയത് മോശമൊന്നുമല്ല, പഴയത് മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലിനിക്കൽ ചെയ്ത് മോശമൊന്നുമല്ല. കാരണം ചിലപ്പോൾ ഇതിന് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. കാരണം മറ്റേത് 10 ഗ്രാഫ്റ്റ് എടുത്തിട്ട് ഒരു ചിലപ്പം 2 ഡാമേജ്, ആ 2 കൂടി ഡാമേജ് ആവാതെ കിട്ടും. അതായത് 10 കൂടി കിട്ടും എന്നാണ് ഇതിന്റെ ബെനിഫിറ്റ്. അതായത് ഗ്രാഫ്റ്റ് പുറത്ത് വെച്ചിട്ട് ഡാമേജ് ആവുന്ന ചാൻസ് വളരെ കുറയും. അത് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അത് തന്നെയാണ് ഒരു മാക്സിമം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത്, അതായത് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന FUE മോശം എന്നല്ല ഒരിക്കലും പറഞ്ഞത്. പക്ഷെ ഇതില് സർവൈവ് റേറ്റ്, അതായത് നമ്മുടെ ഗ്രാഫ്റ്റിന്റെ സർവൈവ് റേറ്റ് കൂടുതലായിരിക്കും. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന FUE കാട്ടി സർവൈവ് റേറ്റ് ഈ ഒരു പ്രോസസ്സിൽ കൂടുതലായിരിക്കും.
इससे सर्वाइवल रेट ज्यादा होता है ना 100% survival हाँ, rate. നമ്മള് 10 ഗ്രാഫ്റ്റ് എടുത്താല് ആ 10 ഗ്രാഫ്റ്റും വളരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ ഇതിലാണെങ്കിൽ ചിലപ്പോൾ അതിൽ 1-2 ഡാമേജ് ആവാൻ അല്ലെങ്കിൽ അത് വളരാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ 100% സക്സസ് റേറ്റ് ഉണ്ടാവുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഇതാണ് റിയൽ ടൈം എഫ് എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ടുള്ള ബാക്കി ഉപയോഗം എന്താണ് അല്ലെങ്കിൽ സാധാരണ ഇതിനുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ DHA മെത്തേഡ് എന്ന് പറഞ്ഞത് DHA മെത്തേഡിലാണെങ്കിൽ പോലും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഇംപ്ലാന്റ് പെൻ ഉപയോഗിച്ചാണ് അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ അവര് അപ്പോഴാണ് അതിന്റെ എങ്ങനെയാണ് മുടിയുടെ ആംഗിള് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് സ്ലിറ്റ് ഇട്ട് എത്ര ഡെൻസിറ്റി അല്ലെങ്കിൽ എത്ര ഗ്രാഫ്റ്റ് വേണം ആ ഒരു ആവശ്യത്തിനുള്ള സ്ലിറ്റ് ഇട്ട് ഏത് ആംഗിളിലാണ് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിച്ച് എല്ലാം അതിനനുസരിച്ച് സ്ലിറ്റ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് എക്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡോണർ ഏരിയയിൽ നിന്ന് നമ്മുടെ ഗ്രാഫ്റ്റ് എടുത്തു തുടങ്ങുന്നത്. അപ്പോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം അപ്പൊ എത്ര ഗ്രാഫ്റ്റ് ആണ്, അപ്പൊ 2000 ഗ്രാഫ്റ്റ് വേണ്ട ആൾക്ക് അത്രയും സ്ലിറ്റ് ഇട്ട് ഏത് ആംഗിളിലാണോ മുടി വെക്കുന്നത് ആ ഒരു കണക്കിന് സ്ലിറ്റ് ഇട്ടതിന് ശേഷം 2000 സ്ലിറ്റ് ഇട്ടതിന് ശേഷം മാത്രമാണ് ബാക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 25 ഗ്രാഫ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യും, അത് ക്ലീൻ ചെയ്യും, അതിനുശേഷം അത് ഇംപ്ലാന്റ് ചെയ്യും. അപ്പൊ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. डॉक्टर इसका एडवांटेज क्या क्या होता है रियल टाइम एफयूई का? See, सबसे important the advantage what I feel is your graft survival is 100% first thing. Second thing, the graft I can say results after the implantation will be very fast compared to the normal time. Usually take around 7 to 8 months to have a results, but I feel the result will come around 4 to 5 months. शेडिंग फेज कम होगा. Yeah, definitely shading जो होता है, this is called as a telogen because graft goes into a telogen phase of shock loss. I feel after doing a real time FUE, patient will not go into that much of shock loss or telogen phase of hair cycle. That is second thing. And third thing is like whether the extraction rate is low, like some new comer who is doing a surgery, his extraction rate is little slow. Suppose he is taking around 2 to 3 hours for the 1000 graft extraction. Also, there may not be any problem of the results because I have seen so many doctors doing very slow hair transplantation. They are taking around 1500 grafts in a 2 to 3 hours of extraction timing and around 3 hours of implantation, 4 hours of implantation. That creates a problem in the result because the graft survival is not there, so thickness of the graft is not maintained after results. So I can see like there is very fine hairs coming after hair transplantation. We say it's a failure of the transplantation. It's all because the graft is taken, the graft is outside the body for so many hours. So that is a problem, one thing. And second thing, maybe implantation is a problem. So we are anyway doing non-touch, but I feel everybody should learn the technique of non-touch implantation so that graft survival will be maximum. And last thing is the cost benefit is always there because we are not using implanter pain. So implanter costs around 2,500 rupees per implanter. And if you want to like put a 3,000 graft, you should at least use 10 implanter pain, and that costs around 25,000 to the patient. It's extra. So this is the same technique of FUE, but with the modified way. We are not putting graft into a preservative solution. We are directly implanting. So I feel last important thing is how many years the graft will survive. How many years the hair transplanted hair will be there? Everybody having the same. Yeah, that is the main question everybody is asking. Sir, okay, no problem. I will do hair transplantation, but my hair, how many years it will be on my head? So that is the main question. Nobody can answer it properly. But I feel due to only just 10 minutes of outer time, I just taking out the graft and putting in my body within 10 minutes. I feel the graft survival and graft longevity, life of the transplanted graft will also increase by real time FUE. This is something why I am just talking about, but I don't have any documentation right now. Once I get around 100 patients, I will come to you and I will show the data because there is no data regarding DHI or DST available anywhere in the world because I don't know whether they are doing it properly because there are so many doctors doing it DHI, but they are not onto the market on the platform where they are showing the results. Like I did 100 patients and these are the results after 3 years, 4 years, whatever the outcome after the surgery. But we come with the results, with the photographs, with the statistics,
how real time if is going to help to the patient in a long term perspective. So this is going to be that. ഓക്കെ, ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാല് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാല് സാധാരണ FUEല് നമ്മള് ഹെയർ ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാല് അത് പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇട്ട് വെച്ച ശേഷമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മുടെ എടുക്കുന്ന ഹെയർ ഗ്രാഫ്റ്റ് 10 മിനിറ്റിനുള്ളിൽ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ വയ്ക്കുകയാണ്. അപ്പൊ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സക്സസ് റേറ്റ് 100% ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഇത് പറയുന്നത്. പക്ഷെ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര നാള് ഈ ഒരു, അതായത് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ എത്ര നാള് നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്ക്, അതായത് ഈ ഒരു ടെക്നിക്ക് വഴി ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന്റെ ലൈഫ് അത് കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഇപ്പം ഇത് തെളിയിക്കാനായിട്ട് ഡോക്ടർ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 100 പേഷ്യന്റ് ആയിട്ട് നമുക്ക് മറുപടി തരുന്ന തന്നെയാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്. അതുകൂടാതെ ഡെൻസിറ്റി ആയാലും ഈ ഒരു മെത്തേഡ് കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഡെൻസിറ്റി ആയാലും വളരെ നല്ല ഡെൻസിറ്റി കൊടുക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ ഷെഡിങ് ഫേസ്, അതായത് നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ആദ്യത്തെ ഒരു 3 മാസം അത് ഷെഡിങ് ഫേസ് എന്നാണ് പറയുന്നത്. അതായത് വെച്ച മുടി എല്ലാം തന്നെ കൊഴിഞ്ഞു പോയതിനു ശേഷമാണ് പുതിയ മുടി വളർന്നു വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എടുക്കുന്ന ഹെയർ ഗ്രാഫ്റ്റ് തിരിച്ച് നമ്മുടെ ബോഡിയിൽ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഷെഡിങ് ഫേസ് എന്നുള്ള സംഭവം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഇനി ഇപ്പൊ പറഞ്ഞല്ലോ ഒരു 100 പേഷ്യന്റെങ്കിലും ഇവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് ഡോക്ടർക്ക് സംസാരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് റിയൽ FU അല്ലെങ്കിൽ റിയൽ ടൈം FU എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പുതിയൊരു ടെക്നിക്ക് ഇപ്പൊ ലാഡൻ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കിतना പേഷ്യൻസ് ഓക്കെ ആയത് Total I did around 15 patients till now. ഓക്കെ, അപ്പൊ ഇതുവരെ ഏതാണ്ട് ഒരു 15ഓളം പേഷ്യൻസിന് ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് റിയൽ ടൈം FUE അല്ലെങ്കിൽ ഈ റിയൽ പുതിയൊരു മെത്തേഡ് ആയിട്ടുള്ള റിയൽ ടൈം FUE ലാഡൻ സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും എല്ലാവർക്കും ആഗ്രഹം റേറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ഇതിന് എത്ര റേറ്റ് ആവും എന്നുള്ളതാണ് എനിക്കും അറിയേണ്ട കാര്യം. അത് തന്നെയാണ് റിയൽ ടൈം DHAക്ക് അല്ലെങ്കിൽ വേറെ അഡ്വാൻറ്റേജ് അത് പറയാൻ മറന്നുപോയി. ഇതിന് ഒരു ഇംപ്ലാന്റർ പെന്നോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. സാധാരണ DHA മെത്തേഡിന് ഇംപ്ലാന്റർ പെൻ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 25,000 രൂപയോളം തന്നെ പേഷ്യന്റിന് അതിന് മാത്രം തന്നെ മേടിച്ചെടുക്കുന്നുണ്ട് മിക്ക ക്ലിനിക്കുകൾ. പക്ഷെ ഇവിടെ സാധാരണ FUE മെത്തേഡ് തന്നെയാണ്, പക്ഷെ അതിൽ പുതിയൊരു ഇൻവെൻഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഡോക്ടർ. അപ്പോ ഇതിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. നമുക്ക് അത് ഡോക്ടറെ ചോദിക്കാം. अभी रियल टाइम FUE का चार्जेस कितना होते हैं सर लाडन सिटी में? तो दो दीजिए मलयालीस के लिए हमारा रिक्वेस्ट है. See, actually, the problem, see, I can say like side effect adverse effect of non-touch FUE का जो है along with real time FUE में, because we cannot do giga sections in real time FUE. That is the problem. Like we cannot go ahead with putting like 6,000 graph in a day. So I have to go with the 2,000 to 2,500 graph in a day. So that is one thing, because that increases little cost. See, doing a surgery at one time is like one time investment for me. But for like I have to go for 2 to 3 days of surgery, then the OT charges and costing little goes high. I am not here to do a business, right? But like only one person can perform. There is expenses increases on part of doctor, so we are keeping just 25 rupees as an introductory offer here. Let's see how, like once I get to see, this is also something about I am giving training to my staff, so it is something new technique and something, because the angle and the position is little different. So patient has to like have frequent little position changes in between, like but only one person can do it, like extraction and implantation. So I have to train this way to my doctors, my assistant, that way, so that it should be like into the practice. So my aim will be like to do a real time FUE for everybody. So that may like once I start doing it, my staff is get more trained into that, we can little go down on the price also. This is what I have started with, because it is taking more time and more skill work right now. Let's see, because we are here, you all are here to give a better outcome for hair transplantation. You are educating the people to get a better results, right? So I am here also to give that the same thing. Like I want to do something new, something better in the hair transplant sector, so that we are trying to do such a real time FUE.
that what literally I want to do it. It's not like that just on video I am saying it, but we did. I have so many interviews of the patient after doing a real time FEO. Even I can share with you like really we did it or not did it properly. Did it like all the grafts has been extracted simultaneously and implanted simultaneously or not? The patient will talk about that. Okay, because patient is completely awake throughout the surgery. He is not sedated. He is not being given any drug to become sedated throughout the surgery. Patient is completely awake. He knows what is happening during the surgery. So we are there, and we try to improve the outcomes of hair transplantation in the future also. We try to do it much better. If something is coming new, we'll come and share with you also. Then you can share with your all your subscribers also. So that people, we are here to improve the quality and improve the outcomes of hair transplantation, so that nobody will get disappointed after the hair transplant surgery. Now it's over to you. What you want to Small say? doubts that I have. Okay. One patient is 6th grade patient. Okay. Front side you can do real time, and back side is you can do FE. It is possible in a single day. Yeah, if patient doesn't have time to go for a multiple session, like he may go for 2-3 days of consecutive surgeries, so that is possible. There is no problem as such. We can do that front line, but I feel I should give a justification to every graft. I should not go ahead with like, this is my dear one, front line is my dear one, so I will give a real time here and not here. So that will not satisfy the patient also, and that is not going to get better results in the long term, right? So I feel this is a lifetime surgery, because the graft what we are going to extract is going to not to be there for a life again, right? So it's one time investment. What I am feel. asking because Ladens is known for giga sessions. Yeah, giga Because session. even I done 5,000 graft. That is correct, but you have to change. If you are getting a good result, you have to change your statistics, you have to change your methods of doing it, because this is betterment for hair transplantation. This is not for that I just want to finish in a single day and go at home and just relax. It's not like that. We are here to improve the outcomes. Whether it requires more time, more dedication, more exercise for that, we'll do it. There's no problem for it. But we want a good result. We want hair transplant should last for a longer time, should last for a life, so that the patient, I can see the smile on the patient for a life. Okay, so that should be our aim. We should try to do it. If somebody doesn't have the normal FEO, we can do it. There's no problem. See, you got a result. Everybody is getting the result with the. But there is some problems that we should think on it, and we should try to solve those problems. If we can give a better outcome, definitely we'll do it. ഓക്കെ, അപ്പോ റിയൽ ടൈം FUAക്ക് എത്ര രൂപയാണ് ലാഡൻ സിറ്റിയിൽ ചാർജ് ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. റിയൽ ടൈം FUAക്ക് ഇപ്പോ ലാഡൻ സിറ്റിയിൽ അവർ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെർ ഗ്രാഫ്റ്റ് 25 രൂപയാണ്. അപ്പൊ അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാല്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലാഡൻ സിറ്റിയില് ഇവിടെ FUA ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഗിഗാ സെഷൻസ് ആണ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടെ 5000-6000 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ റിയൽ ടൈം FUAയില് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ദിവസം മാക്സിമം 2500, അതിന് മുകളിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ കംപ്ലീറ്റ്, അതായത് ഒരാൾ തന്നെ നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുന്ന ആ ഒരു ആള് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ എടുക്കുന്ന 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പൊ ഒരാൾ തന്നെ ഈ കംപ്ലീറ്റ് പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും സമയം ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്രയും സമയം എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം മാക്സിമം 2500 ഗ്രാഫ്റ്റ്, അതിന് മുകളിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒരാൾക്ക് 5000 ഗ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു പേഷ്യന്റിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും ആ ഒരു എക്സ്പെൻസ്, അല്ലെങ്കിൽ ഒരു ആൾക്ക് ഒരു സാലറി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ OT-യുടെ എക്സ്പെൻസ് എല്ലാം തന്നെ അത്രയും കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ 25 രൂപ വെച്ചിട്ടാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ ഈ ഇപ്പം ഇവിടെ ഉള്ള സ്റ്റാഫൊക്കെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സും അസിസ്റ്റന്റും എല്ലാം തന്നെ ഇതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവർക്ക് വളരെ ട്രെയിൻഡ് ആയതിനു ശേഷം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇതിന്റെ ചാർജ് കുറയുന്നതായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. അതെന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് റിയൽ ടൈം FUAന്റെ ഇവിടെ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇനി ഇപ്പൊ സത്യപ്രഭു ചോദിച്ചെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരാൾക്ക് 5000 ഗ്രാഫ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടില് കുറച്ച് ഒരു 2 ഫിംഗറോ 3 ഫിംഗറോ റിയൽ ടൈം FUA ചെയ്തതിന് ശേഷം ബാക്കി നോർമൽ FUA ചെയ്തൂടെ എന്നാണ് ഡോക്ടർ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ അതിന് ശരിക്കും എന്താ രസകരമായിട്ടാണ് മറുപടി നൽകിയത്. അതായത് ഫ്രണ്ടിലുള്ള ഒരു ഗ്രാഫ്റ്റ് മാത്രം എനിക്ക് പ്രിയപ്പെട്ടതും ബാക്കിലുള്ളത് അങ്ങനെയല്ല.
ശരിക്കും ഒരാൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ആ ചെയ്യുന്ന ഒരു ടെക്നിക്കിന് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഡോക്ടർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ റിസൾട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോ ഇനി ഇവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഇനി ഇവിടെ വരുന്ന ക്ലയൻസിന് തീർച്ചയായിട്ടും റിയൽ ടൈം FUE എന്താണ്, എങ്ങനെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ടെക്നിക്കിലാണ് അവിടുന്ന് ചെയ്യേണ്ടത്